ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ഇന്തോനേഷ്യൻ സോംബി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി എലിക്സിർ, അല്ലാന്നുണ്ടെങ്കിൽ അബഡി നാൻ ജയ എന്നാണ് ഈ മൂവിയുടെ യഥാർത്ഥ പേര്. നെറ്റ്ഫ്ലിക്സിൽ എന്തായാലും ഇതിനെ ദി എലിക്സിർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയല്ലോ, സോംബി മൂവി എങ്ങനെയാണെന്നറിയാം. പിന്നീട് ഇന്തോനേഷ്യൻ മൂവീസ് പ്രത്യേകം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ മൂവി ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കിയിരുന്നു, പക്ഷേ ഇതുവരെ ആരും ചെയ്തതായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ മൂവി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വൺ ലൈൻ പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ എന്തായാലും കളയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, കൂടാതെ ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ ഒരു കമ്പനിയിൽ പ്രത്യേകതരം എന്തോ ഒരു മരുന്നുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ലേബൽ ഉണ്ടല്ലോ, അതൊട്ടിക്കാൻ വേണ്ടി കുറച്ച് ജോലിക്കാർ ആ കമ്പനിയിലിരുന്ന് ജോലി ചെയ്യാണ്. അതേസമയം തന്നെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഇതേ കമ്പനിയിലെ പ്രോഡക്റ്റ് എന്തോ ഒരു ചടങ്ങ് നടക്കുന്ന വീട്ടിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഇവർക്കെല്ലാവർക്കും ഇന്തോനേഷ്യൻ പേരുള്ളത് കൊണ്ട് തന്നെ നമുക്കായിട്ട് ഓരോ പേരിട്ട് വിളിക്കാം. അപ്പോൾ ഹീറോയിൻ്റെ പേര് സോയ. അപ്പോൾ ഈ മൂവിയിലെ ഹീറോയിൻ്റെ പേര് നിങ് സിംഗ് എന്നാണ്, പക്ഷെ നമുക്ക് എന്തായാലും സോയ എന്ന് വിളിക്കാം. അങ്ങനെ സോയ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി കോഫി, അതേപോലെ തന്നെ ജ്യൂസ്, ഇതെല്ലാം വെളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ എന്തോ കല്യാണ ചടങ്ങോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ് നടക്കുന്നത്. അങ്ങനെ അവർക്കത് കൊടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. അവൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണ്. സോയ അവനെ കാണുന്നതും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകുന്നു. ഹീറോ അവളുടെ പുറകെ തന്നെ വന്നിട്ട് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ നേരെ പാത്രം കഴുകാനായിട്ട് പോയിരിക്കുകയാണ്. നിനക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ എനിക്ക് വാഗ്ദാനം തരുന്നേ എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഇരിക്കുന്നതും ഇപ്പോൾ ഹീറോ അവളോട് ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പ്ലീസ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും മിണ്ടെന്നെല്ലാം പറയുമ്പോൾ സോയ അതൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് അവളോട് പറയും ഞാൻ അതിന് തയ്യാറല്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഈ മോതിരം എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നു തോന്നുന്നു. അവന്റെ ഫോൺ റിങ് ചെയ്യാണ്. പെട്ടെന്നെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഓക്കെ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവനിപ്പോൾ അവളോട് പറയും ശരി ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാണ്, വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നും പറഞ്ഞ് അവളോട് ക്ഷമയെല്ലാം ചോദിച്ച് അവൻ അവന്റെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ അവൻ പോയതിനു ശേഷം ഈ ചടങ്ങ് നടക്കുന്ന ഈ വീട് അതിന്റെ പന്തലും കാര്യങ്ങളെല്ലാം റോഡിലാണ് കെട്ടിയേക്കുന്നത്. കാണിക്കുമ്പോൾ ദൂരെ നിന്നൊരു കാർ നല്ല വേഗതയിൽ വരുന്നു. അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ആ കാറിന് നിയന്ത്രണമില്ല. അത് നിയന്ത്രണമില്ലാതെ നല്ല വേഗതയിൽ തന്നെ വന്ന് അവിടെയുള്ള കസേരയിലെ ഇടിച്ചു തെറിപ്പിച്ച് ഈ റോഡ് സൈഡിലായിട്ട് നിർത്തിയിട്ടേക്കുന്ന മറ്റൊരു വണ്ടിയിലേക്ക് കൊണ്ട് ഇടിച്ചങ്ങ് നിൽക്കും. എന്നിട്ട് ഇവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ കാർ കൊണ്ടുവന്ന് ഇടിച്ചതിൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് രണ്ട് പേര് ഹേയ് ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ നല്ലതുപോലെ ഇന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞിട്ട് ആ കാറിനടുത്തേക്ക് ഒരാൾ നടന്ന് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഡോർ തുറക്കുന്നില്ല. അതിനകത്തിരിക്കുന്ന ആളാണെങ്കിലോ ഒരു വല്ലാത്ത രീതിയിൽ ഇരുന്ന് വിറക്കിയെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഓ ഇയാൾ കുടിച്ചിട്ടാണല്ലേ ഇത് ചെയ്തത് എന്നും പറഞ്ഞ് ഡോർ വലിച്ചു തുറക്കുന്നതും അതിനകത്തുള്ള ആൾക്ക് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. പെട്ടെന്ന് അയാളുടെ രീതിയെല്ലാം മാറിയിട്ട് ഈ വെളിയിൽ നിൽക്കുന്ന ആളെ പിടിച്ച് അടുത്തുള്ള വയലിലേക്ക് ഒരു ഒറ്റച്ചാട്ടം, എന്നിട്ട് അയാളുടെ കഴുത്ത് കടിച്ച് തിന്നുന്നതും ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും പേടിച്ചു നിൽക്കാണ്. അപ്പോൾ അയാൾ എന്തോ ഒരു സോംബി മനുഷ്യനാണെന്ന് മനസ്സിലായി. അവിടെ വെച്ച് ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ് അബഡി നാൻ ജയ. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ 5 മണിക്കൂർ മുന്നേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു കമ്പനി ഉണ്ടല്ലോ, ഇപ്പൊ ആ കമ്പനിക്കകത്ത് നിന്നും എന്തോ കുറച്ച് മരുന്നുകൾ 2 ബോക്സുകളിലാക്കി ഒരു സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഓക്കെ ഇത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ബോക്സ് ബോസിനും അതേപോലെ തന്നെ ഒരു ബോക്സ് മിസ്സസ് ഗ്രേസിനുമാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു വിടുന്നത്. അതുപോലെ ലാബിലുള്ള അയാള് നമ്മൾ കുറെ നാളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മളിത് അപ്രൂവ് ചെയ്യത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ സെക്യൂരിറ്റി വെളിയിലേക്ക് വന്നിട്ട് അവിടെ വേറൊരുത്തനുണ്ട്, അവന്റെ കയ്യിൽ ഈ മരുന്ന് കൊടുത്തിട്ട് ഓക്കെ മറക്കരുത് ഒരെണ്ണം ബോസിനും ഒരെണ്ണം മിസ്സസ് ഗ്രേസിനുമാണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ അത് കൊടുത്തു വിടുന്നതും അവനിപ്പോ തന്റെ വണ്ടി എടുത്ത് നേരെ പോവാണ്. അത് അവൻ പോകുന്നത് ഏത് വഴിയാണെന്നറിയോ, നമ്മുടെ ഹീറോയിനുള്ള അതേ പാർട്ടി നടക്കുന്ന ആ സ്ഥലത്തൂടെ ആ വീടിന് മുന്നിലൂടെയാണ് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. അങ്ങനെ അവൻ അവസാനം ചെല്ലുന്നത് ഒരു വലിയ പണക്കാരായിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഗ്രേസ് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരി ഗ്രേസിനോട് പറയും ഞാൻ എപ്പോഴും നിനക്കും അതേപോലെ തന്നെ കെനസിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ നല്ല സുഹൃത്തുക്കളായിരുന്നു, പക്ഷെ ഇപ്പോൾ 3 വർഷമായിട്ട് നിങ്ങൾ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല എന്നല്ല ആ ജോലിക്കാരി പറയുമ്പോൾ വേറൊരു ജോലിക്കാരി വന്നിട്ട് മാഡം ക്ഷമിക്കണം ബോസിനൊരു പാഴ്സൽ വന്നിട്ടെന്ന് പറയുമ്പോൾ ഓക്കെ ശരി അത് അവിടെ വെച്ചേക്കാൻ പറയും. അതേസമയം മറ്റൊരിടത്ത് ഹാൻ എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യനും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ നിൽക്കാണ്. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ ഒരു പെൺകുട്ടി ഹീറോയിൻ ആണെന്ന്. എന്തായാലും അതല്ല ഹീറോയിൻ, ഇതാണ് ഹീറോയിൻ. എനിക്ക് തെറ്റിപ്പോയതാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയെ നമുക്ക് എന്തായാലും സോയ എന്ന് തന്നെ വിളിക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹീറോയിൻ തന്റെ മകനായിട്ടുള്ള ഹാനിനെ കൊണ്ട് നിൽക്കാണ്. ഹാനാണെങ്കിലും മൂത്രം ഒഴിക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കാറിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ കാറിലുണ്ട്. അതുമല്ല ഇവർ മറ്റൊരു സിറ്റിയിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് വന്നേക്കട എന്തോ ഒരു ആവശ്യത്തിന്. അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇവർ വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു വീട്ടിൽ കാണിക്കുമ്പോൾ ആ ബോസ് എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ,
അയാളിപ്പോ കൊണ്ടുവന്ന ആ ഒരു മരുന്നിൽ നിന്നും ഒരു മരുന്നെടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അയാളുടെ ഭാര്യ കരീന ചോദിക്കുന്നത്, അല്ല ഇതെന്താ? അപ്പൊ അയാൾ പറയും ഇത് സാമ്പിളാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു കട്ടിലിനടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അവര് പെട്ടെന്ന് ഓക്കെ നമുക്കെല്ലാം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാല് ഒരു ഹണിമൂൺ പോലെ ഒരു യാത്ര പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കും ഓക്കെ അടുത്തത് എവിടെയാ പോവേണ്ടേ എന്ന് പറഞ്ഞ് ഇവര് സംസാരിക്കുന്ന സമയത്ത് വീടിന്റെ വെളിയിൽ നമ്മുടെ ഹീറോയിനും വരുന്നു. അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തി ബാഗെല്ലാം ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് ഹാൻ ആണെങ്കിൽ ബാഗും കൊണ്ട് ഓടി ആ വീട്ടുമുറ്റത്തെല്ലാം ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് പറയുന്നത് ഹാൻ അധികം നടന്ന് ഓടരുത് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വീടിനകത്തേക്ക് കയറി പോകുമ്പോൾ കരീന ഇറങ്ങി വെളിയിലേക്ക് വരുന്നതും ഹീറോയിൻ അവളോടൊന്നും മിണ്ടത്തില്ല. അപ്പോൾ കരീന ഹാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ വീണ്ടും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഹാൻ നിനക്ക് നല്ല ചുമയില്ലേ മരുന്നെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് കരീനയോട് സംസാരിക്കുന്നുണ്ട്. അവന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് അവൻ ചോദിക്കും അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീടിനകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹാൻ നേരെ മറ്റൊരു മുറിക്കകത്തേക്ക് ചെല്ലാണ്. അതിനകത്ത് ഒരുത്തൻ വീഡിയോ ഗെയിമെല്ലാം കളിച്ചിരിക്കുന്നു. പെട്ടെന്ന് അവന്റെ പുറകെ ചെന്നിട്ട് അവനെ ഇങ്ങനെ പേടിപ്പിക്കുമ്പോഴത്തേക്കും ഹാനിന്റെ അങ്കിളാണ്. അപ്പോൾ അവന് നല്ല സന്തോഷമായിട്ട് ഹാനിനെ പിടിച്ച് കട്ടിലേക്ക് ഇട്ട് അപ്പോൾ ഇനി 2 ദിവസം ഇവിടെ ഉണ്ടാവുമല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഹാനിനോട് ചോദിക്കുന്നത് അല്ല നിന്റെ അമ്മയും കരീന എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇപ്പോഴും വഴക്ക് തന്നെയാണ്. പിന്നെ എൻ്റെ ചുമയും മാറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഹാൻ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഹാൻ അവനോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും വഴക്കാണോ? അച്ഛനും അമ്മയായിട്ട് വഴക്ക്, അമ്മയും കരീനായിട്ട് വഴക്ക്, എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നിന്റെ അച്ഛനും അമ്മയായിട്ടുള്ള വഴക്ക് അത് അവരുടെ രണ്ടുപേരുടെയും സ്വകാര്യതയാണ്. പിന്നെ കരീനയും നിന്റെ അമ്മയും അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ അങ്കിൾ പറയും അതൊക്കെ പോട്ടെ, നമ്മൾ തമ്മിലുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതാണ് എപ്പോഴും വേണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇവരുടെ അച്ഛനെ അയാളെ കാണിക്കുമ്പോൾ അയാൾ പതിയെ റൂമിനകത്തേക്ക് നടന്നു വരുന്നു. പെട്ടെന്നാണ് കണ്ണാടിയിൽ നോക്കിയിട്ട് ഞെട്ടുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചുളിവുകൾ, പ്രായമാകുമ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ആ ഒരു നരയുണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അതെല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ കഴിച്ച ആ ഒരു മരുന്നിന്റെ ഫലമായിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്ന് കാണുന്നത് നമുക്ക് എന്തായാലും മനസ്സിലായി. അതേസമയം ഇവിടെ ഹാളിലെ ഹീറോയും എന്തോ ടി വിയിൽ ഒരു പരസ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുമല്ല പരസ്യം കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, പരസ്യത്തിൽ കാണിച്ച ആ ഒരു കമ്പനി വാങ്ങിക്കാനുള്ള എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതിനെപ്പറ്റി രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഹാനും അവന്റെ അങ്കിളും പെട്ടെന്ന് വെളിയിലേക്ക് വരും. അപ്പോഴാണ് ഹീറോ അവനോട് പറയുന്നത് എടാ കുട്ടികളെ പോലെ ഇങ്ങനെ നടന്ന് കളിക്കാതെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ മൂന്നൂർ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ റൂമിനകത്ത് അയാളിപ്പോൾ റൂമിലേക്ക് വരുന്നതും ഇയാളുടെ മാറ്റം കണ്ടിട്ട് കരീനയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളുടെ അടുത്തേക്ക് ചെന്ന് തൊട്ടെല്ലാം നോക്കുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന്. എന്തു പറ്റി, ഇതെങ്ങനെയാ മാറിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ഒരു കാര്യം കാണിച്ചിരാന്ന് പറഞ്ഞ് അയാൾ കുടിച്ച ആ ഒരു മരുന്നിന്റെ ബോട്ടിൽ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുമല്ല അയാളുടെ ദേഹം മുഴുവൻ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അയാളുടെ ആ ഒരു ചെറുപ്പം വീണ്ടും പഴയതുപോലെ തന്നെ ആവുന്നതും ഇത് കാരണം രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ പോവാണ്. പക്ഷെ ആ സമയത്താണ് മറ്റൊരു കാര്യം, അയാളുടെ മുതുകില് എന്തോ ഒരു മുറിവുള്ളതുപോലെ. പക്ഷെ ഈ കാര്യം അവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഹാളില് ഈ ഫാക്ടറി വാങ്ങുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് അച്ഛൻ ഒപ്പിടാതെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ അച്ഛൻ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വരുവാണ്. പെട്ടെന്ന് അയാളുടെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഇവർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അയാളെ കെട്ടിപ്പിടിച്ച് അച്ഛൻ നിങ്ങൾ മുടി ഡൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് എൻ്റെ മുടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിൽക്കാണ്. എന്നിട്ട് ടി വിയിൽ കണ്ട ആ ഒരു പരസ്യം ഉണ്ടല്ലോ അതിനെപ്പറ്റിയും അയാൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഹാൻ മുത്തച്ഛാന്ന് പറഞ്ഞ് ഓടി വരുന്നത്. അങ്ങനെ ഹാനിനെ അയാൾ പൊക്കിയെടുക്കുന്നതും ഇത് കണ്ട് ഹീറോ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കാരണം വയസ്സായിട്ടുള്ള ഒരാൾ എങ്ങനെ ഒരു കുട്ടിയെ പൊക്കിയെടുക്കും എന്നുള്ള സംശയത്തിലാണ്. അത് കഴിഞ്ഞ് ഹാനിനോട് പറയും മോനെ നിങ്ങളുടെ അച്ഛനും അമ്മയോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ട് വീണ്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ ഹീറോയും ചോദിക്കും അച്ഛൻ നിങ്ങൾ എന്തെങ്കിലും മേക്ക് ഓവർ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അയാൾ പറയും ഓക്കെ എന്തായാലും നമ്മുടെ കമ്പനി ഞാൻ വിൽക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പരസ്യത്തിൽ കാണിച്ച കമ്പനി ഉണ്ടല്ലോ അത് ഇവരുടെ അച്ഛൻ്റെ കമ്പനിയാണ്, അത് വിൽക്കാനുള്ള കാര്യമാണ് ഇവരെല്ലാം സംസാരിച്ചത്. ഇപ്പോൾ ഇയാൾ പറയും ഈ കമ്പനി നമ്മൾ എന്തായാലും വിൽക്കാൻ പോകുന്നില്ല, കാരണം ഇനി നമ്മുടെ കമ്പനി വളരാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ എന്നും പറഞ്ഞിട്ട് അയാൾ ഒരു മരുന്നെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ മരുന്നാണ് നേരത്തെ അയാൾ കുടിച്ചത്. അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ട് ഇപ്പോൾ അയാൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായതുകൊണ്ട് ഈ മരുന്ന് വെച്ച് ഇവരെന്തായാലും നല്ല ലാഭം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അയാൾ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ അവർ നിൽക്കുമ്പോൾ ഈ മരുന്നെടുത്ത് കാണിച്ചിട്ട് ദേ എന്നെ നോക്ക്, എൻ്റെ നരച്ച മുടിയില്ല, നല്ല സ്ട്രോങ് ആയി, എൻ്റെ ശബ്ദം തന്നെ ഇപ്പോൾ മാറിയില്ലേ, അതിനെല്ലാം കാരണം എന്താണെന്നറിയോ, ഈ മരുന്നാണ്. ഈ മരുന്ന് ലോകത്തെ തന്നെ മാറ്റിമറിക്കും, ഇതിന് ഞാൻ അമൃതെന്ന് പേരിടും എന്നെല്ലാം പറയുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവാതെ അങ്ങനെ ഇരിക്കുന്നതും. അപ്പോഴാണ് നമ്മുടെ ഹീറോയും പറയുന്നത് അച്ഛാ ഞങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ പോവാണ്, അതുപോലെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു വേർപിരിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തണമെന്ന്, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ഹീറോയിനോട് പറയും അതെ നമുക്ക് ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം,
അപ്പോഴാണ് അവരുടെ അച്ഛൻ ചോദിക്കുന്നത്, ഓക്കെ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കുട്ടിയുടെ കാര്യം എന്താവും? അപ്പോൾ ഹീറോയിന്റെ പേര് കെനസ് എന്നാണ്. കെനസ്, നീ എപ്പോഴെങ്കിലും നിന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ രൂപം എങ്ങനെയാണെന്നുള്ളതെല്ലാം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, ഓ അപ്പോൾ ഞാൻ അത്ര മോശമാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് കരീന പറയുന്നത്, കെനസ് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് ഹീറോയിനെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഹീറോയിൻ പറയും, നിന്റെ സപ്പോർട്ടൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഹീറോയിന്റെ അച്ഛൻ ഹീറോയിനെ പറ്റി ഒരിക്കലും നല്ല രീതിയിൽ ചിന്തിച്ചില്ല. അതേപോലെ തന്നെ ഈ കരീന എന്ന് പറഞ്ഞ് അവളുടെ രണ്ടാനമ്മയുണ്ടല്ലോ, അത് വേറെ ആരുമല്ല, അവളുടെ സുഹൃത്ത് തന്നെയാണ്. ആ സുഹൃത്തിനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഹീറോയിൻ അവളോട് മിണ്ടാത്തത്. ഈ കാര്യമാണ് ആ ജോലിക്കാരി കരീന ഫുഡ് കഴിക്കുമ്പോഴും പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും രണ്ട് സുഹൃത്തുക്കളായിരുന്നു, പക്ഷേ ഇപ്പോൾ 3 വർഷമായിട്ട് നിങ്ങൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞത്. അതുമല്ല നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കരീന അവളുടെ അച്ഛനെ സ്നേഹിച്ചിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നതും. ഇപ്പോൾ ഹീറോയിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നത് പോലെ പെട്ടെന്നൊരു നിമിഷത്തേക്ക് വന്നു പോയിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്കാവും. എന്നിട്ട് വീണ്ടും ഇവർ സംസാരിക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ അച്ഛൻ പെട്ടെന്ന്, ഓക്കെ മതിയാക്ക്, നിങ്ങൾ രണ്ടുപേരുടെയും വഴക്ക് ഒരിക്കലും കമ്പനിയുടെ കാര്യത്തിലേക്ക് കൊണ്ടുവരരുത്. ഇപ്പോൾ ഞാൻ പറയുന്നത് ആ കമ്പനി ഒരിക്കലും വിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ വെളിയിലേക്ക് പോകുന്നതും ഹീറോ പുറകെ ചെന്നിട്ട്, അച്ഛാ പ്ലീസ് നമുക്ക് എന്തായാലും സംസാരിക്കാന്ന് പറയുമ്പോൾ, എന്ത് സംസാരിക്കാനായിട്ട്? ഇത്രയും കാലമായിട്ട് ഇവള് എന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? നീയും ചെയ്തിട്ടില്ല. ഇവര് രണ്ടുപേരും നന്ദി കെട്ട മക്കളാണ്. അങ്ങനെ ദേഷിച്ച് സംസാരിച്ച് ഇവർ കൊണ്ടുവന്ന പേപ്പറെല്ലാം വലിച്ചു കീറിയിട്ട് അയാൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അയാളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. ഇത് കണ്ട് അയാൾ പേടിച്ച് മുതുകിലിങ്ങനെ തൊടുമ്പോഴത്തേക്കും അവിടെയെല്ലാം എന്തോ കുഴി പോലെയല്ല. അപ്പൊ ഇത് കണ്ട ഹീറോയിൻ, അച്ഛാ എന്താ സംഭവിച്ചെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് താഴേക്കിരുന്ന് രക്തഛർദ്ദിക്കാൻ തുടങ്ങും. അപ്പോൾ ഹീറോയിനും കരീന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, ഇവർ രണ്ടുപേരും അയാളെ പിടിച്ചു വയ്ക്കുമ്പോഴത്തേക്കും അയാൾ വീണ്ടും രക്തഛർദ്ദിക്കുന്നു. എന്നിട്ട് അയാൾ ബോധമില്ലാതെ താഴെ വീഴുമ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് അയാളുടെ നെഞ്ചിലേക്ക് തല വെച്ച് തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ഹൃദയം ഇടിക്കുന്ന ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട്, ഹേയ് ഹൃദയം ഇടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പറയും, അതൊന്നുമല്ല, നമുക്ക് എന്തായാലും ഡോക്ടറെ വിളിക്കാം, പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇവര് ആംബുലൻസ് വിളിക്കാനായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹാൻ ഉണ്ടല്ലോ, അവനിപ്പോൾ ഇയാളുടെ അടുത്തേക്ക് വന്ന് മുത്തശ്ശ എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അയാൾക്ക് വീണ്ടും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഈ കൊച്ചു ഇറക്കാൻ പേടിച്ച് നിൽക്കുന്നത് പെട്ടെന്ന് അയാളങ്ങ് എഴുന്നേൽക്കാണ്. അയാളുടെ കണ്ണെല്ലാം മാറിയിട്ട് രീതിയെല്ലാം മാറിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അയാൾ കഴിച്ച ആ ഒരു മരുന്നിലെ എന്തോ ഒരു വൈറസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ ഒരു സോംബിയായിട്ട് മാറുകയാണ്. അപ്പൊ ഇവരെല്ലാവരും ഇത് കണ്ടിട്ട് പേടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നതും അടുത്ത റൂമിൽ നിന്ന് ഒരു ജോലിക്കാരൻ ഇയാളെ വിളിക്കും. ഇത് കണ്ട് ഇയാൾ ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് പിടിച്ച് കടിച്ച് വലിച്ചെടുക്കാണ്. അങ്ങനെ അയാളെ കൊന്നു. എന്നിട്ട് തിരിഞ്ഞ് ഇവരെ നോക്കുമ്പോൾ ഇവരെല്ലാവരും പേടിച്ചിങ്ങനെ അലറി വിളിച്ച് നിൽക്കുമ്പോഴത്തേക്കും വേറൊരു ജോലിക്കാരൻ വന്ന്, സാർ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ആ ജോലിക്കാരനെ കടിക്കാണ്ട് ചെല്ലും. അങ്ങനെ അയാളെ കടിക്കാണ്ട് ചെന്നിട്ട് അയാളെ തള്ളി താഴേക്കിട്ട് അയാളിങ്ങനെ പിടിച്ചു വെച്ചേക്കാണ് കടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇയാളാണെങ്കിലോ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് രക്തം ഛർദ്ദിക്കും. അങ്ങനെ കുറേ നേരം അങ്ങനെ നിൽക്കുമ്പോൾ അയാളുടെ രണ്ടാമത്തെ മകൻ, നമ്മുടെ ഹീറോയിന്റെ സഹോദരൻ, അവൻ ഓടി അടുത്തേക്ക് വന്നിട്ട് അച്ഛാന്നും പറഞ്ഞ് അയാളെ പിടിക്കുന്നതും അയാളിപ്പോൾ അവനെ കടിക്കാൻ ചെല്ലാണ്. അവനും പിടിച്ചിങ്ങനെ വെച്ചേക്കുന്നത് എന്താ ചെയ്യുന്നത് അറിയത്തില്ല. പെട്ടെന്ന് അവനെ പിടിച്ച് താഴേക്കിട്ട് കടിക്കാനായിട്ട് വരുമ്പോൾ ഹീറോയിനും അതേപോലെ തന്നെ കരീന എന്ന് പറഞ്ഞ ഒരു പെണ്ണും വന്നിട്ട് അയാളെ വലിച്ച് മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും അയാൾ വീണ്ടും ഇവന്റെ മുകളിലേക്ക് വന്ന് വീഴും. അതല്ല, ഇവന്റെ കയ്യിലാണെങ്കിലോ ഈ അമ്പ് വിടുന്ന ഒരു തോക്കുണ്ട്, അത് കയ്യിലിരിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ പിടിയും വലിയായിട്ട് ആ തോക്കിപ്പോ അയാളുടെ തലയുടെ നേർക്ക് വരുന്നതും അയാൾ തന്നെ കൈ വെച്ചിട്ട് ആ തോക്കിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കും. അതിൽ നിന്നുള്ള അമ്പ് അയാളുടെ തലയിലേക്ക് തറച്ചു കയറുന്നതും അയാളിപ്പോ മരിച്ച് താഴേക്ക് വന്ന് വീഴുന്നു. ഇത് കണ്ട് എല്ലാവരും അവിടെ നിന്ന് കരയാണ്. ആർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുമല്ല കരീന എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യയ്ക്കാണെങ്കിലോ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ജോലിക്കാരനുണ്ടല്ലോ, അയാൾ ഡ്രൈവറായിരുന്നു. അയാളിപ്പോൾ ഓടി കാറിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇയാളുടെ മുഖത്താണ് നേരത്തെ ആ രക്തമെല്ലാം വന്ന് വീണത്. ഇയാൾ ഛർദ്ദിച്ചു കൊടുത്തല്ലോ, ആ കാര്യം സംഭവിച്ചത്. അങ്ങനെ ഇയാൾ കാറിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും ഹീറോ പുറകെ വന്നിട്ട് അവനോട് പറയുന്നത്, ഡാരിസ് ഇവിടെ നടന്നത് വേറൊരു ആക്സിഡന്റ് മാത്രമാണ് എന്ന് പറഞ്ഞ് മാത്രമേ നീ പോലീസിനെ ഇവിടേക്ക് കൊണ്ടുവരാവൂ എന്നും പറഞ്ഞിട്ട് ഓക്കെ അല്ലേ ചോദിക്കുമ്പോൾ അവൻ പറയും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുമ്പോൾ അവന് എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നത് പോലെ ഇപ്പോൾ വീടിനകത്ത് ആദ്യം കടികൊണ്ട ആ ഒരു ജോലിക്കാരനുണ്ടല്ലോ, അയാളെ ഇവരെല്ലാവരും നോക്കാണ്. അവന്റെ കഴുത്തിൽ നിന്ന് ഒരുപാട് രക്തം പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവന് ബോധമില്ല. ഇവിടെ ഹീറോയിന്റെ സഹോദരനാണെങ്കിലോ വിഷമം കാരണം അവൻ ഓടി കാറിനകത്തേക്ക് വന്നിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവനാണ് അവന്റെ അച്ഛനെ കൊന്നത് എന്നുള്ള ആ ഒരു വിഷമത്തിലാണ് അവൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഹീറോയിനും അവനോടൊപ്പം തന്നെ പുറകെ കാറിൽ വന്നിരുന്ന് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ വീടിനകത്ത് കാണിക്കുമ്പോൾ ആ ജോലിക്കാരി ഹീറോയോട് ഒന്ന് പറയും അയാൾക്ക് ബോധമില്ല, അവിടെ ഇരിക്കുകയാണെന്ന് പറയുന്നതും പെട്ടെന്ന് അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇവരെല്ലാവരും തിരിഞ്ഞ് ആ റൂമിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വേറൊന്നുമല്ല, ആ ജോലിക്കാരനുണ്ടല്ലോ അവനും സോംബിയായിട്ട് മാറിയിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് അങ്ങനെ വന്ന് നോക്കുകയാണ്. എന്നിട്ട് അവൻ അങ്ങനെ ഇവരെ തിരിഞ്ഞു നോക്കി ആ ജോലിക്കാരിയെ കടിക്കാനായിട്ട് വരുന്നതും കരീന അവരെ പിടിച്ചങ്ങ് മാറ്റും. അപ്പൊ ഇവൻ നേരെ ഓടി വന്ന് അടുത്തുള്ള കബോർഡിൽ ഇടിച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കരീനയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ കടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവളെ പിടിച്ച് ആ ഒരു ടേബിളിലേക്ക് ഇട്ട് കടിക്കാനായിട്ട് വരുമ്പോൾ
ഹീറോ വന്നിട്ട് അവനെ തടയുന്നുണ്ട്. കരീനയാണെങ്കിലോ കാല് വെച്ച് അവന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ ചവിട്ട് കൊണ്ട് താഴെ വീണിട്ട് അവൻ എങ്ങനെ ഇവരെ കടിക്കാണ്ട് നിൽക്കുന്നതും അടുത്ത റൂമിൽ നിന്നും വേറൊരു ജോലിക്കാരി വരും. ഇത് കാണുമ്പോ അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് ആ പെണ്ണിന്റെ കൈ ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് മാംസം കടിച്ചെടുത്തങ്ങ് തിന്നിട്ട് ഇപ്പൊ ഓടിച്ചെന്ന് ആ പെണ്ണിന്റെ കഴുത്ത് കടിച്ച് അവളെ കൊല്ലുന്നു. ഇത് കണ്ടിവരെല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് നിൽക്കാണ്. ഓടി രക്ഷയോടെയല്ല അവിടെ വായി നോക്കി നിൽക്കുന്നു. അതേസമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിനും അവളുടെ സഹോദരനും കാറിനകത്തിരിക്കാണല്ലോ. പെട്ടെന്നാണ് വെളിയിൽ എന്തോ ശബ്ദം കേട്ട് ഹീറോയിൻ ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കും. എന്താണെന്ന് കാണിക്കുമ്പോൾ സോംബിയായിട്ട് മാറിയ അടുത്തൊരു പെണ്ണ് അവിടെയുള്ള മറ്റൊരു ജോലിക്കാരന്റെ കഴുത്ത് കടിച്ച് അവനെ കൊല്ലുന്നു. എന്നിട്ട് അവൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതും ഹീറോയിനെ കാണും. ഹീറോയിൻ പെട്ടെന്ന് തിരിച്ച് കാറിനകത്തേക്ക് ഓടുകയാണ്. ഇതുകൂടി മതിയല്ലോ. ഇപ്പൊ ആ സോംബി ഹീറോയിനെ കടിക്കാനായിട്ട് ഓടി വരുന്നതും ഹീറോയിന്റെ സഹോദരൻ കാർ റിവേഴ്സ് എടുത്ത് അവളെ ഇടിച്ച് താഴേക്കിട്ട് അവളുടെ ദേഹത്തോടെ കാർ കയറ്റി ഇറക്കുന്നതും താഴേക്കുള്ള എല്ലാ ഭാഗവും ചതഞ്ഞരഞ്ഞുപോയി. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ആ പെണ്ണ് അപ്പോഴും മരിച്ചിട്ടില്ല. കാരണം ആ ഒരു സോംബി വൈറസ് അവളുടെ ശരീരത്തിൽ അതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നതും അതേസമയം ഇവിടെ വീടിനകത്ത് കാണിക്കുമ്പോൾ ഇപ്പോഴാണെന്ന് തോന്നുന്നു അവർക്ക് ഓടാനായിട്ടുള്ള ആ ഒരു കാര്യം ഓർമ്മ വന്നത്. എല്ലാവരും രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. ആ സോംബി ആണെങ്കിലോ പുറകെ തന്നെയുണ്ട്. ഇവരാണെങ്കിലോ ഹാനിനെയും കൊണ്ട് ഓടാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനും അവളുടെ സഹോദരനും ഈ വീടിനകത്തേക്ക് കയറി വരും. അവിടെയാണെങ്കിൽ വേറെ ആരും ഇല്ലല്ലോ, ആ കാര്യം ഇവർ അറിയുന്നതുമില്ല. അകത്തേക്ക് വന്നിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും വിളിയേക്കുന്നില്ല. അപ്പൊ അവളുടെ സഹോദരനോട് പറയും ശരി നീ അവിടെ എല്ലാം പോയി ഒന്ന് അന്വേഷിക്കാൻ പറയുമ്പോൾ അവൻ മറ്റു റൂമിലേക്ക് പോകുന്നു. ഹീറോയിൻ നടന്നങ്ങനെ വരുന്നതും ഇതിനകത്ത് കടി കൊണ്ട് നടക്കുന്ന ഒരു ജോലിക്കാരി ഉണ്ടല്ലോ, അവളും സോംബിയായിട്ട് മാറിയിട്ട് ഇപ്പൊ എഴുന്നേറ്റ് വരികയാണ്. ഇത് കണ്ട ഹീറോയിൻ അവളുടെ സഹോദരനെ വിളിച്ചിട്ട് ഹേയ് ഇത് നമ്മുടെ ജോലിക്കാരിയല്ലേ എന്ന് പറയുന്നതും ഇപ്പൊ അവൾ ഇവരെ കടിക്കാൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് വീടിന് വെളിയിലേക്ക് ഓടും. അങ്ങനെ രണ്ടുപേരും ഓടി ഓടി അവസാനം ഈ ഡോറിനടുത്തേക്ക് വന്നിട്ട് ഡോറും അടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാറിൽ കയറി രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഓടി കാറിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ നേരത്തെ കിടന്നിരുന്ന ഒരു സോംബി പെണ്ണുണ്ടല്ലോ, അവളുടെ ശരീരം ബാക്കി കാണാനില്ല. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും രണ്ട് കൈ മാത്രം വെച്ചുകൊണ്ട് ഇവരെ കടിക്കാൻ വേണ്ടി താഴെ നിന്നും നല്ല സ്പീഡിന് അങ്ങനെ വരുന്നു. അപ്പൊ നമ്മുടെ സഹോദരൻ സാം ഈ ഫുട്ബോൾ തട്ടുന്നത് പോലെ കാല് വെച്ച് ഒരു ഒറ്റയടി തലയ്ക്ക് അടികൊണ്ട് താഴെ വീഴുമ്പോഴത്തേക്കാണ് സാം ഓക്കെ ബാ പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. അപ്പൊ അവിടെ സോംബിയായിട്ട് മാറിയ എല്ലാ മനുഷ്യരുണ്ടല്ലോ അവരെല്ലാവരും ഇവരുടെ പിറകെ വരുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു കാർ ഡ്രൈവർ അയാൾ കാർ ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും അയാളുടെ കണ്ണിനുള്ളിലെല്ലാം ഈ രക്തം വീണെന്ന് തോന്നുന്നു. അങ്ങനെയായിരിക്കണം അയാൾക്ക് എന്തായാലും ഈ ഒരു വൈറസ് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾ കാർ ഓടിച്ചിട്ട് പോകുമ്പോൾ തന്നെ അയാളുടെ നിയന്ത്രണം വിട്ട് സോംബിയായിട്ട് മാറി. ഇവിടെ ചടങ്ങ് നടക്കുന്ന വീടുണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് ഇടിക്കുന്നതും പിന്നീട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതും. ഇവിടെ നമ്മുടെ ഹീറോ, കരീന, പിന്നെ ആ ജോലിക്കാരി ഹാൻ, ഇവർ നാലുപേരും ഇപ്പോൾ ഓടി ഓടി അവസാനം ഒരു വാനിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. എന്നിട്ട് ഇനി എന്ത് ചെയ്യുന്നാലോചിച്ച് ഇവരെല്ലാവരും അവിടെ നിൽക്കുമ്പോഴത്തേക്കും കുറേ ദൂരം നിന്ന് ഇവരെ ഫോളോ ചെയ്ത് വന്ന ആ ഒരു സോംബി ഉണ്ടല്ലോ അവൻ ഇപ്പോഴും ഇവരുടെ പിറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി ഈ വാനിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരെ നാലുപേരെ അവിടെ കാണുന്നില്ല. അങ്ങനെ ഈ വണ്ടിയുടെ അടുത്ത് നിന്ന് കറങ്ങി കറങ്ങി നടക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിൽക്കുന്നു കരീനയും അതേപോലെ തന്നെ ഹീറോയും. അതുമല്ല ഹാനും ആ ജോലിക്കാരിയും വണ്ടിയുടെ അടിയിൽ കയറി കിടക്കാണ്. അങ്ങനെ കുറെ നേരം ഈ സോംബി മനുഷ്യൻ അവിടെ തന്നെ നിന്നിട്ട് ഇതെങ്ങനെയാണ് ആളുകളെ കാണുന്നതെന്നോ അതോ ശബ്ദം കൊണ്ടാണോ മനസ്സിലാക്കുന്നതോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് ഓടി അങ്ങ് പോകുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ കരീനയും ഇവരെ രണ്ടുപേരെയും വണ്ടിയുടെ അടുത്ത് നിന്നും വെളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ഹീറോയുടെ ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നതും ഓടിപ്പോയ സോംബിയാണ്. ആ ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. എന്നിട്ട് ഓടി അടുത്തേക്ക് വന്ന് ഹീറോയെ കടിക്കാനായിട്ട് വരുമ്പോൾ ഹീറോ അതിനെ പിടിച്ചു വെച്ചേക്കാണ്. അപ്പോൾ കരീന ആ സോംബി ഒരു ഒറ്റ ചവിട്ട് കൊണ്ട് താഴെ വീട്ട് അത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കോ വണ്ടിയുടെ അടിയിൽ കിടക്കുന്ന ഹാനിനെ കാണും. അങ്ങനെ അവനെ കടിക്കാനായിട്ട് ചെന്ന് അവന്റെ കാലിൽ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പുറത്ത് കിടന്നിട്ട് അവന്റെ കാലിൽ പിടിച്ച് വലിക്കുന്നു. ഒരു വിധത്തില് ഹാനും ആ ജോലിക്കാരി വണ്ടിയുടെ ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ ഈ സോംബിയെ ഇറങ്ങിയിട്ട് ഇവരെ കടിക്കാണ്ട് വരുന്നതും ആ ജോലിക്കാരി എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ സോംബിയെ പിടിച്ചിങ്ങനെ തള്ളും. അപ്പോൾ കരീന പെട്ടെന്ന് വണ്ടിയുടെ മുകളിലേക്ക് കയറിയിട്ട് സോംബിയെ പിടിച്ചിങ്ങനെ വെച്ചേക്കും. അപ്പോൾ സോംബി പെട്ടെന്ന് തിരിഞ്ഞ് കരീനയെ കടിക്കാൻ ചെല്ലുമ്പോൾ ഹീറോ പുറകിൽ വന്നിട്ട് അവനെ വലിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം കരീന എന്താ ചെയ്യുന്നറിയോ, അവിടെ കിടക്കുന്ന ഈ ചവറുകോരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ വിട്ടുകൊള്ളുമ്പോഴത്തേക്കും അതിന്റെ കഴുത്ത് മുറിഞ്ഞ് ഒരുപാട് രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അതാണെങ്കിലോ വേദന കാരണം കരഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അതുമല്ല ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇടി വെട്ടി മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഈ സോംബി അനങ്ങാതെ മുകളിലേക്ക് നോക്കി തന്നെ നിൽക്കും. കാരണം മഴ പെയ്യുമ്പോൾ എന്തോ ഈ വൈറസിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് തോന്നുന്നു. അതുപോലെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കാണ്. ഈ ഗ്യാപ്പിൽ ഇവർ നാലുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതേസമയം ഇവിടെ ഹീറോയിനും അവളുടെ സഹോദരനും കാർ ഓടിച്ച് കുറെ ദൂരം വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ വിളിക്കും. എന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഞങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കാണ്, നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വന്ന് ഞങ്ങളെ എടുക്കണമെന്ന് പറയുന്നതും ഓക്കെ എന്ത് തന്നെ ആവട്ടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് ഹീറോയും പറയുമ്പോൾ കരീന പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് വെച്ച് എവിടെയെങ്കിലും കാണാം, മേധാവിയുടെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ അവളുടെ സഹോദരനോട് ചോദിക്കും ഓക്കെ മേധാവിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് അറിയത്തില്ലെന്ന്.
ഇത് കേൾക്കുന്ന ഹീറോ പിന്നെ അവൻ എന്ത് തേങ്ങ അറിയാം. അപ്പോൾ ഹീറോ ജോലിക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തായാലും ചീഫിന്റെ വീട് അറിയാലോ, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് പറയും ഞങ്ങൾ എന്തായാലും ലൊക്കേഷൻ ഇടാമെന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് ഇവർ 4 പേരും അവിടേക്ക് ഓടുകയാണ്. അങ്ങനെ ഇവർ 4 പേരും ഓടി ആ വീടിന്റെ അടുത്തേക്ക് വന്നിട്ട് ചീഫ് നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഡോറിലിങ്ങനെ തട്ടുന്നതും ഇവർ നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, കുറച്ച് ദൂരെയായിട്ടാണ് നേരത്തെ ആ ഡ്രൈവർ വന്ന് ഇറങ്ങിയല്ലോ ആ വീടുള്ളത്. അപ്പൊ അവിടെയുള്ള എല്ലാവരും സോംബിയായിട്ട് പരസ്പരം കടിച്ച് അവരെല്ലാവരും സോംബികളായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ അവിടെയുള്ള വീടിന്റെ അടുത്താണ് ഇവർ വന്നിട്ടുള്ളത്. അത് കണ്ടിവരെല്ലാവരും ഓക്കെ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോ കരീനെ വിളിച്ചിട്ട് നേരെ അകത്തേക്ക് കയറും. പക്ഷേ ഈ ജോലിക്കാരിയാണെങ്കിലോ അത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. എന്നിട്ട് ഇവരകത്തേക്ക് കയറാൻ വരുന്നതും പെട്ടെന്നൊരു സോംബി വന്നിട്ട് അവരെയും പിടിച്ച് അവരെയും കടിച്ചങ്ങ് കൊല്ലുന്നു. അപ്പോൾ കരീനയ്ക്ക് അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇവരങ്ങനെ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള ഡോർ നല്ലതുപോലെ അടയ്ക്കുന്നത് കൊണ്ട് ഈ സോംബികൾക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറാണ്ട് കഴിയത്തില്ല. ഇവിടെ നമ്മുടെ ഹീറോയിനും സാമും കാർ ഓടിച്ച് ഈ ലൊക്കേഷൻ ഇട്ട ആ ഒരു വീടുണ്ടല്ലോ ജീഫിന്റെ ആ വീടിനടുത്തേക്ക് വരും. അതുമല്ല ഇവർക്ക് ആ വീടിനടുത്തേക്ക് പോകേണ്ടത് ഈ സോംബികളെല്ലാം കൂടി നടക്കുന്ന ആ ഒരു പാർട്ടി നടന്ന ആ വീടിന് മുന്നിലൂടെയാണ്. വണ്ടി ഓടിച്ച് കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്കാണ് ഇവർ ആ കാര്യം കണ്ട് ഞെട്ടുന്നത്. ഇതെന്താന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മൊത്തം സോംബികള്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഇവിടെ ഈ വീടിനകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ, ഹാൻ, അതേപോലെ തന്നെ കരീന, ഇവർ 3 പേരും വീടിനകത്തേക്ക് കയറിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ വീടിന്റെ മുൻവശത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ മുൻവശത്ത് സോംബികളുണ്ട്. കാരണം ഡോർ തുറന്നെടുക്കാണ്. ഇത് കണ്ട ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ നടന്ന് ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് അതും ഡോർ അടയ്ക്കുന്നത് നല്ല രസമാണ്. ശബ്ദം ഉണ്ടാക്കാതെ പതിയെ ഇങ്ങനെ ഡോർ അടച്ച് കുറ്റിയിട്ടിട്ട് ഈ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ കരീന ഹാനുണ്ടല്ലോ അവന് വെള്ളമെല്ലാം കൊടുക്കാണ്. കാരണം ഇത് പാർട്ടി നടക്കുന്ന വീടായതുകൊണ്ട് തന്നെ അവന് കുടിക്കാനായിട്ട് വെള്ളമെല്ലാം എടുത്ത് കൊടുക്കുന്നു. അപ്പോഴേക്കാണ് ഹീറോയിൻ ഇപ്പോൾ ഹീറോയെ വിളിച്ചിട്ട് അതെ നിങ്ങളെവിടെയാ, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതുപോലെ ഗ്രാമത്തിന്റെ തലവനുണ്ടല്ലോ അയാളുടെ വീട്ടിലാണ് ഞങ്ങള്, അതുപോലെ ഇവിടെ മുഴുവൻ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഞങ്ങളും അയാളുടെ വീടിന് മുന്നിലാണുള്ളത്, പക്ഷെ നിങ്ങൾ എവിടെയെന്ന് പറഞ്ഞിട്ട് ഈ മണ്ടി ഹീറോയിൻ കാണിക്കുന്നത് എന്താണെന്നറിയോ, അവള് പെട്ടെന്ന് ഈ വണ്ടിയുടെ ഹോൺ എടുത്തിങ്ങനെ അടിക്കും. എന്നിട്ട് പറയും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന സോംബികളെല്ലാം ഈ ശബ്ദം കേട്ട് അടങ്ങിയിരിക്കോ, ഒരിക്കലുമില്ല. മണ്ടി എന്ന് പറഞ്ഞാൽ ലോകം മണ്ടി. അവളുടെ സഹോദരൻ പറയുന്നുണ്ട് കെനസൊന്ന് നിർത്ത്, നീ അവരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണെന്ന് പറയുന്നതും സോംബികളെല്ലാം കൂടി എഴുന്നേറ്റ് ഇപ്പൊ കാറിന്റെ അടുത്തേക്ക് വരുന്നു. വായും തുറന്നിങ്ങനെ ഇരുന്നു. അല്ലാതെ പിന്നെ എന്തോ പറയാനായിട്ട് മണ്ടത്തരം കാണിച്ചിട്ട് അങ്ങനെ വേറെ വഴിയില്ലാതെ സാമു പറയും ഇനി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് വണ്ടി റിവേഴ്സ് ചെയ്തുകൊണ്ട് പോവാണ്. ഒരു സോംബിയാണെങ്കിലോ ചാടി അവന്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് ഇപ്പോൾ ഹീറോയും പറയും ഇല്ല ഹാനിനെ വിട്ടിട്ട് നമുക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സാമു പറയും ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് കാർ കുറെ പുറകെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വളച്ചെടുത്ത് ഇവർ മറ്റൊരു വഴിയെ പോവും. അപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലാതെ കിടന്ന സോംബികളാണ്. ഇപ്പോൾ ഇവർ കാരണം ഈ ഗ്രാമത്തിലുള്ള പലയിടങ്ങളിലോട്ടും ഈ സോംബികൾ വ്യാപിക്കാൻ പോകുന്നു. കാരണം അവിടെയുള്ള ഒരുപാട് മനുഷ്യരെയും ഇപ്പോൾ സോംബികൾ കടിക്കുന്നുണ്ട്. കൂടാതെ ഈ കാറിന്റെ പിറകെ എല്ലാ സോംബികളും ഓടുന്നത് കൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഏതൊക്കെ വീടുണ്ടോ അവിടെ എല്ലാം ഈ സോംബികൾ കയറും. അങ്ങനെ ഈ വീടിന് മുന്നിലുള്ള എല്ലാ സോംബികളും ഓടിപ്പോയതിന് ശേഷം ഹീറോ കരീനെ വിളിച്ചിട്ട് ഹേയ് ഇപ്പൊ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരുടെ അച്ഛന്റെ കാറുണ്ടല്ലോ ആ ഡ്രൈവർ കൊണ്ടുവന്ന് ഇടിച്ച കാറ് അത് വെളിയിൽ കിടക്കാണ്. ഓക്കെ അച്ഛന്റെ കാർ ഇവിടെ ഉണ്ട്, നമുക്ക് എന്തായാലും അതിൽ കയറി പോവാന്ന് പറഞ്ഞ് ഇവർ 3 പേരും ഡോറും തുറന്ന് ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കും ഇവരുടെ ജോലിക്കാരുണ്ടല്ലോ അവർ കടി കൊണ്ട് അവിടെ കിടപ്പുണ്ട്. അവർ മരിക്കാറായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. അങ്ങനെ ഇവർ 3 പേരും പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ ഇപ്പോൾ നടന്ന് റോഡിലേക്ക് വന്ന് നേരെ ആ കാറിനടുത്തേക്ക് പോകും. അങ്ങനെ ഓടി വന്ന കാറിനടുത്തേക്ക് വന്നിട്ട് ഡോർ തുറക്കുമ്പോഴത്തേക്കാണ് കാറിന്റെ മുൻവശം ആകെ കേടായി കിടക്കുന്ന കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കാർ എന്തായാലും ഓടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ ഇപ്പോൾ ഫോണും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹാനുണ്ടല്ലോ അവൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കും അച്ഛാ അത് നോക്കുന്നു പറയുന്നതും ആ ജോലിക്കാരി അവര് സോംബിയായിട്ട് മാറി ഇവരെ കടിക്കാൻ വേണ്ടി ഓടി വരുന്നു. ഇനി ഇപ്പോൾ ജോലിക്കാരി എന്നൊന്നുമില്ല. അങ്ങനെ ഇത് കാണുന്നതും ഹീറോ അങ്ങനെ ഹാനെ പൊക്കിയെടുത്തിട്ട് ഓടുകയാണ്. കരീനയും പുറകെ തന്നെയുണ്ട്. ജോലിക്കാരിയാണെങ്കിലോ അവര് സോംബിയായിട്ട് മാറിയതുകൊണ്ട് തന്നെ ഇവരെ കടിക്കാൻ വേണ്ടി പുറകെ ഓടുന്നു. അങ്ങനെ ഇവർ 3 പേരും ഓടി അടുത്തൊരു വീടുണ്ട്. അങ്ങനെ വീടിനടുത്തേക്ക് വന്ന് ഡോർ തട്ടുമ്പോഴത്തേക്കും ആരും തുറക്കുന്നില്ല. അങ്ങനെ കരീന ഹാനെയും കൊണ്ട് വീടിനകത്തേക്ക് ഓടിക്കയറി അവർ 2 പേരും അതിനകത്തിരിക്കുന്നു. ഹീറോ ആണെങ്കിലോ വെളിയിൽ ഒരു വലിയ കോരിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ജോലിക്കാരി അടിക്കാൻ വേണ്ടി റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ജോലിക്കാരി ഓടി വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ച് താഴേക്ക് വീഴുന്നതും ഹീറോയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. കരീനയാണെങ്കിലോ ഒരു കത്തിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് പേടിച്ചിങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് ഹീറോ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജോലിക്കാരി അടിച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ 3 പേരും അകത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഹീറോയിനും അതേപോലെ തന്നെ അവളുടെ സഹോദരനും ഇവർ 2 പേരും കാർ ഓടിച്ചിട്ട് പോവാണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഇനി നമുക്ക് അധിക ദൂരം പോകാൻ കഴിയത്തില്ല, ഹാനിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതുമല്ല നമ്മൾ പോകുന്ന വഴിയേ നമ്മളിപ്പോൾ പോകുന്ന ഈ വഴിയില്ലേ അത് കുറച്ചുകൂടിയേ ഉള്ളൂ, അത് അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയും ശരി ഫോൺ ഇങ്ങോട്ട് ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ ഫോൺ വാങ്ങി വെച്ച് ഈ റൂട്ടുണ്ടല്ലോ
ഈ മാപ്പ് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ നോക്കി നോക്കി വരുമ്പോഴത്തേക്കും ഹീറോയിൻ അങ്ങനെ മുന്നിലേക്ക് നോക്കി അലറി വിളിക്കുന്നു. വേറെ ഒന്നല്ല, വേറെ ഏതോ ഒരു വണ്ടി ഇവർ ഇടിക്കാനായിട്ട് വരും. ജസ്റ്റ് മിസ്. അങ്ങനെ വെട്ടിച്ച് മാറ്റുന്നതും ആ വണ്ടിയിൽ നിറയെ ആളുകളെ കൊണ്ടുപോകായിരുന്നു. അതുമല്ല, ഇവരുടെ വണ്ടി ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തുമ്പോൾ സാമിന്റെ നിയന്ത്രണം വിട്ട് വണ്ടി ഒരുന്നിന്റെ മുകളിലേക്ക് കയറി നിയന്ത്രണമില്ലാതെ അതും തലകീഴായിട്ട് മറിഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ ഈ വണ്ടി അടുത്തുള്ള വയലിലേക്ക് മറിഞ്ഞു വീഴുന്നതും മറ്റേ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ ഡ്രൈവർ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി എന്ത് പറ്റിയെന്ന് ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് ഈ ഡ്രൈവർ ഇവരുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഇവർ രണ്ടുപേരും കാറ് തലകീഴായിട്ട് മറിഞ്ഞതുകൊണ്ട് തന്നെ നിയന്ത്രണമില്ലാതെ സാമാണെങ്കിൽ ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് അവൻ റോഡിലേക്ക് കയറി വരുമ്പോൾ ഈ ഡ്രൈവർ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ച് മേഡം മേഡം വാ, റോഡിലേക്ക് വാ, നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നെല്ലാം പറഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതും ഇവരുടെ പിറകെ ഒരു കൂട്ടം സോംബികൾ ഓടി വരുമായിരുന്നല്ലോ. അതുമല്ല, ഇപ്പൊ ഈ വണ്ടിയിൽ നിറയെ ആളുകള്. എന്നിട്ട് ഇവരങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് സാമ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സോംബികളെല്ലാം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ അതിനടുത്തെത്തി. അതിനകത്ത് ചെറിയ കുട്ടി വരെയുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ സോംബികളും കൂടി ഓടി ഈ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ അതിലൊരു സോംബി വണ്ടിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി ഈ ആളുകൾ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ചാടി ഇറങ്ങി അവരെ എല്ലാവരെയും കടിക്കാണ്. അപ്പോൾ ഇതിലെ പല സീനുകളും നമുക്ക് കാണിച്ചു തരാൻ കഴിയത്തില്ല, കാരണം അതിൽ ചെറിയ കുട്ടികളുണ്ട്, അവരെല്ലാവരെയും കടിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ സിനിമയിൽ? സാധാരണ സോംബി സിനിമകൾ കാണുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നത് അധികം അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ ഇതിൽ പച്ചയ്ക്ക് കാണിക്കാറ് കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഈ ഡ്രൈവർ ഇത് കണ്ട് ഓടി അവിടേക്ക് ചെല്ലുന്നതും ഡ്രൈവറെ കൊല്ലുന്നു. അപ്പോൾ ഹീറോയിനും സാമും ഇനി എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിട്ട് അവർ രണ്ടുപേരും ഓടുന്നു. അതേസമയം ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അകത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ കരീന പറയും എന്തെങ്കിലും തുണി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അടുത്ത റൂമിലേക്ക് പോകുന്നത് ഹീറോയുടെ കയ്യിൽ നോക്കുമ്പോഴത്തേക്കാണ് ഒരു പ്രശ്നം. നമ്മുടെ ജോലിക്കാരി ഉണ്ടല്ലോ, ഹീറോയുടെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രക്തം താഴേക്ക് വീഴുന്നതും ഹീറോയ്ക്ക് മനസ്സിലായി ആ ഉടനെ തന്നെ സോംബിയായിട്ട് മാറുമെന്ന്. അതുകൊണ്ട് ഹീറോ എഴുന്നേറ്റ് ഹാൻഡ് അടുത്തേക്ക് വന്നിട്ട് ഹാൻ, അമ്മയും അച്ഛനും എപ്പോഴും വഴക്കുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നീ കാര്യമാക്കരുത്, അമ്മയെ നീ നല്ലതുപോലെ തന്നെ നോക്കണമെന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കരീന വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹീറോ തിരിഞ്ഞു നിൽക്കുന്നു. പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഒന്ന് വിളിക്കുമ്പോഴത്തേക്കാണ് അവൻ സോംബിയായിട്ട് മാറി തിരിഞ്ഞിങ്ങനെ വരുന്നതും. ഇവിടെ ഹീറോയ്ക്ക് തന്നെ മകനൊന്നും ഒന്നുമില്ലല്ലോ, സോംബിയായി കഴിഞ്ഞാൽ ആരായാലും കടിച്ച് തിന്നണം, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും ഇവർ രണ്ടുപേരും അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവനെ തള്ളിക്കളഞ്ഞ് ഒരവസരത്തിൽ നമ്മുടെ കരീന അവൻ്റെ തലയിലേക്ക് ഒരു ബോട്ടിലെടുത്തൊരു ഒറ്റയാടി. അങ്ങനെ അവനെ അടിച്ച് താഴേക്കിട്ട് അടുത്തൊരു റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവൾ ഡോർ അടച്ച് നിൽക്കുന്നതും ഇവൻ ഡോർ ഇടിച്ചു തുറന്ന് ഓടി അകത്തേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു കമ്പി ഉണ്ടായിരുന്നു, അതിലേക്ക് ഓടിക്കയറി ഹീറോ അവിടെ വെച്ച് തന്നെ മരിക്കാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ട് പോകുന്നതും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഈ സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഓടി അകത്തേക്ക് കയറി വന്നിട്ട് ഇവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴേക്കും പോലീസുകാർ പറയും ഓക്കെ ഞങ്ങൾ പോയി പരിശോധിക്കാമെന്ന് പറഞ്ഞ് 4 പോലീസുകാർ 2 ബൈക്കുകളിലായിട്ട് ഈ സംഭവം നടക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ അവർ വണ്ടി ഓടിച്ചിട്ട് അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും സോംബികൾ ഇവരെ കണ്ട് വെറുതെ വിടോ അങ്ങനെ ഓടി വന്നിട്ട് ഈ 4 പോലീസുകാരെയും കടിക്കുന്നുണ്ട്. അങ്ങനെ അവരെ 4 പേരെയും കടിക്കുന്നതും ഇവിടെ കരീനെ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ഈ ഡോർ ആരോ തുറക്കാൻ ശ്രമിക്കുന്നു. കരീനെ പേടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഡോർ തുറന്ന് വരുന്നത് വേറെ ആരുമല്ല, സോയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണാണ്. സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഇവിടെയാണ് ഞാൻ തെറ്റിദ്ധരിച്ച് ഈ ഹീറോയിൻ എന്ന് പറഞ്ഞത്. അതേസമയം ഇവിടെ സ്റ്റേഷനകത്ത് കാണിക്കുമ്പോൾ സോയയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ആ പോലീസുകാരൻ, അവൻ ഇപ്പോൾ സോയനെ വിളിച്ചിട്ട് നീ എവിടെയാന്നിങ്ങനെ ചോദിക്കും. അതേസമയം സ്റ്റേഷനിൽ നമ്മുടെ ഹീറോയിനും അവളുടെ സഹോദരൻ സാമും ഉണ്ട്. അപ്പോഴാണ് ഇവിടെ സോംബികളെല്ലാം കൂടി ഈ സ്റ്റേഷനകത്തേക്ക് ഓടി കയറുന്നതും ഇവർ 3 പേരും ഈ സ്റ്റേഷനകത്തേക്ക് കയറിയിട്ട് ഡോർ അങ്ങടയ്ക്കും. അതുപോലെ സോയോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് ഇവർ 3 പേരും അതിനകത്ത് നിൽക്കുമ്പോൾ ഇവരുടെ ചീഫ് ഉണ്ടല്ലോ കടി കൊണ്ട് ഈ സ്റ്റേഷനകത്തേക്ക് വീണിരുന്നു. ഇപ്പൊ അയാൾ പതിയെ വെള്ളം കുടിക്കാൻ വേണ്ടി അടുത്ത റൂമിലേക്ക് പോകുന്നതും ആ പോലീസുകാരൻ ഇപ്പൊ അവനെ നമുക്ക് എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കണം, അവനെ നമുക്ക് എന്തായാലും ബെൻ എന്ന് വിളിക്കാം. ബെൻ ഇപ്പോൾ തന്റെ ചീഫിന് പുറകെ ചെന്നിട്ട് അയാൾക്ക് വെള്ളമെല്ലാം കൊടുക്കാണ്. അങ്ങനെ അത് കുടിച്ച് അയാൾ ബോധമില്ലാതെ താഴെ വീഴുന്നതും ഇവർ 3 പേരും അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ചീഫും സോംബിയായിട്ട് മാറി. ഇപ്പൊ ഇവരെ കടിക്കാണ്ട് വരുമ്പോൾ ബെൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും പറഞ്ഞ് ചോദിച്ചു നിൽക്കുമ്പോഴത്തേക്കും സാമു പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അയാളെ കൊല്ലണമെന്ന് പറയുമ്പോഴത്തേക്കും ബെന്ന് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സാമിന് വേറെ വഴിയില്ലാതെ ബെന്നിന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് ആ ചീഫായിട്ടുള്ള പോലീസുകാരനെ 2-3 തവണ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അയാളെ താഴെ വീഴുന്നതും ഇപ്പോൾ ബെൻ തിരിഞ്ഞ് നിന്നിട്ട് സാമിനോട് പറയും നീ എന്താ ചെയ്തതെന്നറിയോ, നിനക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ വീണ്ടും ആ ചീഫ് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് ഇവരെ കടിക്കാനായിട്ട് വരുന്നതും ബെന്നി പൊഴിഞ്ഞു മാറുമ്പോഴത്തേക്കും ഈ സോംബി നമ്മുടെ സാമിനെ കടിക്കാൻ ചെല്ലും. ഇവർ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഹീറോയിൻ ഒരു സിലിണ്ടർ ഉണ്ടല്ലോ അത് കൊണ്ടുവന്നൊരു ഒറ്റയാടി. അപ്പോഴേക്കും സാം ആ ഒരു സിലിണ്ടർ വാങ്ങിയിട്ട് അതങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ സോംബിയുടെ മുഖത്തേക്ക് അടിക്കും. അടിച്ചടിച്ച അവസാനം ഇപ്പോൾ ബെന്നിനെ കടിക്കാൻ വരുമ്പോൾ ബെന്നെ ഒരു കസാര വെച്ചിട്ട് ഈ സോംബിയെ പിടിച്ച് തള്ളി ഇവർ 2 പേരും കൂടി ആ സോംബിയെ തള്ളി ജയിലിനകത്തേക്ക് കൊണ്ടിടും.
ഇവിടെ വെളിയിൽ ഈ പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര സീൻ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരുപാട് സോംബികളും ഈ പോലീസ് സ്റ്റേഷന്റെ വെളിയിലുണ്ട്. അങ്ങനെ ഇതിനകത്ത് നമ്മുടെ സാമും ഹീറോയിനും ഈ പോലീസുകാരനോട് പറയും, സാർ നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റു ഫോഴ്സിനെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കണം. ഇത് സാധാരണ ഒരു വിഷയമല്ല, ഇതിനെപ്പറ്റി നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ ബെൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓക്കെ ശരി ഞാൻ എന്തായാലും വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പോലീസുകാരുണ്ടല്ലോ മറ്റുള്ള സ്റ്റേഷനുകളൊക്കെ അവിടെ വിളിച്ച് ഈ കാര്യം പറയും. അതും ഒരു കൂട്ട കലാപം നടക്കുകയാണ്. ഇതിൽ 1-2 പോലീസുകാർ മരിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് അവൻ പറയുന്നത്. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ തന്റെ ഫോൺ എടുത്തിട്ട് അടുത്ത മുറിയിലേക്ക് വന്ന് ഹീറോയെ വിളിക്കും. പക്ഷേ ഹീറോ മരിച്ച കാര്യം ഒരിക്കലും അവൾ അറിയുന്നില്ല. അങ്ങനെ അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ആകെ വിഷമിച്ച് ഒരു റൂമിനടുത്തേക്ക് ഇരിക്കും. അപ്പോൾ സാം അടുത്തേക്ക് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്താണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, കരീനയാണ്. എന്നിട്ട് പെട്ടെന്ന് ഹാനിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ ഹീറോയിൻ ഇതുപോലെ അങ്കിള് സാമിൻ്റെ അവിടെ പോയിട്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ലെന്നും പറഞ്ഞ് അല്ലെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹാനിനൊന്നും പറയാൻ കഴിയുന്നില്ല. അച്ഛൻ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ കരീന ഫോൺ എടുത്തിട്ട് ഹീറോ മരിച്ചെന്നുള്ള കാര്യം അവളോട് പറയും. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ ഒന്ന് മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാം അവളുടെ ഇതിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഇപ്പോൾ കരീനയോട് പറയും, കരീന ഞങ്ങൾ ഇതുപോലെ പോലീസ് സ്റ്റേഷനിലുണ്ട്, അതുപോലെ വെളിയിലാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇതുപോലെയുണ്ട്. അതുകൊണ്ട് മറ്റു ഫോഴ്സുകൾ വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂട്ടാൻ വേണ്ടി അവിടേക്ക് വരാം, അതുവരെ അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഹാനിനെ വിളിച്ച് അവനെ സമാധാനപ്പെടുത്തും. എന്നിട്ട് പറയും, അമ്മയ്ക്കിപ്പോൾ എന്തായാലും അവിടേക്ക് വരാൻ കഴിയത്തില്ല, പക്ഷേ എന്തായാലും നിങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ ഹാൻ, സോയ, അതേപോലെ തന്നെ കരീന, ഇവർ 3 പേരും. ഈ സ്റ്റേഷനകത്താണെങ്കിലോ ബെന്നിപ്പോ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് വെളിയിലേക്ക് വരുന്നതും ഇവരുടെ മെയിൻ ഡോറ് ഈ സോംബിയുടെ തള്ളി തുറക്കാൻ ശ്രമിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ഇതിനകത്ത് ആ പോലീസുകാരൻ സോംബി ഉള്ളത് കൊണ്ട് തന്നെ ആ സോംബി ബാക്കിയുള്ളവരെ അകത്തേക്ക് വിളിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ബെൻ ഓടി വന്നിട്ട് ആ ഡോർ ഇങ്ങനെ തള്ളിപ്പിടിച്ച് ഇത് കണ്ട ഹീറോയിനും അതേപോലെ തന്നെ സാമും ഓടി വന്ന് ഡോർ തള്ളിപ്പിടിച്ച് ഇങ്ങനെ വെക്കും. അപ്പോഴേയാണ് ബെൻ വിളിച്ച ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവർ ബെന്നിനെ വിളിക്കുന്നത്. അപ്പോൾ ബെൻ പെട്ടെന്ന് ആ ഫോൺ എടുത്തിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് അകത്തേക്ക് വരാൻ കഴിയുന്നില്ല, ഇവിടെ മുഴുവനായിട്ട് ആളുകളാണ്, അവർ ഞങ്ങളെ ആക്രമിക്കുകയാണെന്നെല്ലാം പറയുന്നത്. പെട്ടെന്ന് അയാളെയും ഈ സോംബികളും അത് കടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരെ രക്ഷിക്കാൻ വന്നവർക്ക് പണി കിട്ടി. അവിടെയാണ് നമുക്കൊരു കാര്യം കാണിച്ചു തരുന്നത്. ഇപ്പൊ ഈ സ്റ്റേഷനിൽ നിൽക്കുന്ന സോംബികളുണ്ടല്ലോ അതെല്ലാം മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവരെ രക്ഷിക്കാനായിട്ട് വന്ന ആ ഒരു പോലീസുകാരുടെ വണ്ടി അവിടെ കിടക്കുന്നു. അവിടെയുള്ള അതിനകത്തുള്ള പോലീസുകാരെ എല്ലാവരെയും ഈ സോംബികൾ കടിക്കാണ്. അതുപോലെ ഇവർക്ക് 3 പേർക്ക് ഇനി അകത്ത് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരൊരു ഏണി എടുത്തു വെച്ചിട്ട് ഈ പോലീസ് സ്റ്റേഷന്റെ മുകളിലേക്ക് കയറും. അങ്ങനെ മുകളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് പോലീസ് സ്റ്റേഷൻ വിട്ട് എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അടുത്ത് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉൾപ്പെടെ എല്ലാം സോംബികളും മാത്രം. അപ്പൊ ഇതിൽ നമ്മുടെ ഹീറോയിന്റെ ടെൻഷൻ ഹാൻ എന്തെങ്കിലും സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പോ ക്യാമറ അങ്ങനെ സൂമായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന്. ദേ ഇത് തന്നെയാണ് അവസ്ഥ. ഇവരെങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഹാനിന്റെ കരീനയുടെ അടുത്തേക്ക് ചെല്ലും, അവര് രക്ഷപ്പെടും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ കരീനയെ വിളിച്ചിട്ട് അവളോട് പറയുന്നത്, ഇതുപോലെ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പെട്ടു നിൽക്കാണ്. അതുകൊണ്ട് നിങ്ങളും എവിടേക്കും പോകരുത്, ഞങ്ങൾ വരുന്നത് വരെ അതിനകത്ത് തന്നെ നിൽക്കണം. അതുമല്ല നിനക്കറിയത്തില്ലേ കരീന, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രളയം വന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒരിക്കലും നമ്മളെ അന്വേഷിച്ച് വന്നില്ല. ആ സ്കൂളിനകത്ത് നമ്മൾ രണ്ടുപേരും എങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്ന്. അതുമല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകനെ നീ നോക്കണം എന്നല്ല ഇവർ രണ്ടുപേരും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, കരീനയും ഹീറോയിനും കുട്ടിക്കാലം മുതൽ തന്നെ അത്രയും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഒരവസരത്തിൽ അവളുടെ അച്ഛനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഹീറോയിന് കരീനയോട് അത്രയും ദേഷ്യമുള്ളത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റേഷന് മുകളിൽ കാണിക്കുമ്പോൾ അപ്പോൾ ബെൻ ചോദിക്കുന്നുണ്ട്, ഇവർ മനുഷ്യരാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ സാം പറയും, അവരൊരിക്കലും മനുഷ്യരല്ല, അവർ നമ്മളെ കടിക്കാനും നമ്മളെ പിന്തുടരാനും മാത്രമാണ് ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നതും പെട്ടെന്ന് അടുത്തുള്ള പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നതും ഈ സോംബികളെല്ലാം ശബ്ദം കേൾക്കുന്ന ആ ഭാഗത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ പോലീസുകാരൻ പറയും, അല്ല ഇവരെന്താ ഇവരും പ്രാർത്ഥിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ സാം പറയും, ഒരിക്കലും അല്ല, അവർ ശബ്ദത്തോട് മാത്രമാണ് പ്രതികരിക്കുന്നത്, അതുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന അയാളുണ്ടല്ലോ അയാളെയും കടിക്കുന്നത് പോലെ മൈക്കിലൂടെ ഈ സ്പീക്കറിലൂടെ തന്നെ ആ ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബെൻ അകത്തേക്ക് കയറി പോയിട്ട് ഒരു വാണം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് സാമിനോട് പറയും, അല്ല നിന്റെ കയ്യിൽ ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സിഗരറ്റ് വലിച്ച് ആ ഒരു ലൈറ്റർ എടുത്ത് കയ്യിൽ കൊടുക്കും. എന്നിട്ട് ബെൻ എന്താ ചെയ്യുന്നറിയോ, ആ വാണം കത്തിച്ച് അങ്ങനെ വിട്ടുകൊടുക്കുന്നതും ഇത് തെറിച്ച് ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള ആ ഒരു വയലിലേക്ക് വന്ന് വീഴും. അവിടെ വീണ് അത് പൊട്ടുമ്പോഴത്തേക്കും ഈ ശബ്ദം കേട്ട് സോംബികളെല്ലാം കൂടി അവിടേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഐഡിയ. ഈ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് എല്ലാത്തിനെയും മാറ്റാൻ വേണ്ടി ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതുമല്ലാതെ റോഡിലായിട്ട് ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ബെൻ അത് കണ്ടിട്ട് പറയും, ഹേയ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബൈക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഒരു ബൈക്കിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. അതുമല്ല ഇപ്പൊ കാണിക്കുമ്പോൾ രാത്രിയായി, സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം തെളിഞ്ഞു തുടങ്ങി. ഇവർ 3 പേരും അകത്തിരുന്നിട്ട്
ഇവർക്ക് കടി കൊള്ളാതിരിക്കാൻ വേണ്ടി സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദേഹത്ത് വെച്ച് കെട്ടുന്നുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഈ സ്റ്റേഷനകത്തുള്ളത് അത് മാത്രമാണല്ലോ. അങ്ങനെ അത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഹീറോയിൻ പറയുന്നത്, അല്ല നമ്മൾ ഈ അവസ്ഥയിൽ വെളിയിൽ പോകണം, നീയല്ലേ പറഞ്ഞേ ഒരു യൂണിറ്റ് പോലീസുകാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരെ നമുക്ക് സഹായത്തിനായിട്ട് വിളിച്ചുകൂടെന്ന് ചോദിക്കുമ്പോൾ ബെൻ പറയും, പക്ഷെ അവരെ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഈ സോംബികൾ അകത്തേക്ക് കയറും, അതുകൊണ്ട് നമുക്ക് ഇത് മാത്രമേ വഴിയുള്ളൂ, ഇപ്പോൾ പുറത്തേക്ക് പോകണം. അതുമല്ല ഇവർക്ക് തോക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും ബെൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തോക്കെല്ലാം എടുത്തിട്ട് ഇപ്പോൾ ബെൻ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സോയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു ബൈക്ക് എടുത്ത് അവിടേക്ക് വരാൻ പോവാണ്, എന്നിട്ട് നിന്നെ രക്ഷപ്പെടുത്തി ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ അവള് പറയും, അല്ല ഇത് നടക്കും, 90% നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം, ബാക്കി 85% എനിക്കറിയത്തില്ല, അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അവിടേക്ക് വരാൻ പോവാണെന്ന് പറയുമ്പോൾ സോയ നേരെ കരീനെ അടുത്തേക്ക് വന്നിട്ട്, മേഡം എൻ്റെ കാമുകൻ ഇപ്പോൾ ഇവിടേക്ക് വരും, അവൻ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് അവർ മൂന്നുപേരും അവിടെ നിൽക്കുമ്പോൾ വെളിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനകത്ത് നമ്മുടെ ഹീറോയും വന്ന് ആ ജനാലയുടെ ഭാഗത്തൂടെ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും എല്ലാ സോംബികളും വെളിയിൽ നിൽക്കാണ്. സാർ ഇതിലൂടെ നമ്മൾ എങ്ങനെ വെളിയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബെൻ പറയും, ഓക്കെ അതിനുള്ള ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് അവനൊരു വാണവും കത്തിച്ച് ഈ ഡോറ് പതിയെ തുറന്നിട്ട് അതുവഴി വെളിയിലേക്ക് വിടാൻ നോക്കും. പക്ഷേ അത് വെളിയിലേക്ക് പോകത്തില്ല, അത് ഉള്ളിലേക്ക് തന്നെ വീഴും. ഇവരാണെങ്കിൽ ഡോർ അടച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അത് അവിടെ കിടന്ന് പൊട്ടുന്നതും ഈ വെളിയിലുള്ള സോംബികളുണ്ടല്ലോ ഇത് ശബ്ദം കേട്ട് വീണ്ടും ഈ ഡോറിനടുത്തേക്ക് തന്നെ വരുന്നു. എന്നിട്ട് ഡോർ തള്ളി തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവർ മൂന്നൊരു ഓടി വന്ന് അത് തള്ളിപ്പിടിച്ച് ഇപ്പോൾ നമ്മുടെ ബെൻ വീണ്ടും അടുത്തൊരു വാണം എടുത്ത് ഇങ്ങനെ കത്തിച്ചിട്ട് അത് ഡോറിന് വെളിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതും ഇത് പൊട്ടിത്തെറിച്ച് കുറെ ദൂരേക്ക് വന്ന് വീണ് ശബ്ദം കേൾക്കും. അപ്പോഴേക്കും മുന്നിലുള്ള എല്ലാ സോംബികളും ഈ ശബ്ദം കേൾക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടേക്ക് ഓടി ഇങ്ങനെ പോവും. അങ്ങനെ എല്ലാ സോംബികളും അങ്ങോട്ട് പോകുന്ന ആ ഗ്യാപ്പിൽ ഇവർ മൂന്നുപേരും ഡോറും തുറന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഓടി ഈ റോഡിലേക്ക് വന്ന് ആ ബൈക്കിരിക്കുന്നല്ലോ ആ ഭാഗത്തേക്ക് ഓടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിലും കുറെ സോംബികൾ ഉണ്ടായിരുന്നു. ഇവരെ കണ്ട് അത് ഓടി വരുന്നതും ഇപ്പൊ സാം ബെന്നിനോട് പറയും, സാർ ഷൂട്ട് എന്ന് പറയുന്നതും ബെന്നതാ ചെയ്യുന്ന ആ തോക്ക് വെച്ചിട്ട് അവന് പേടിച്ച് പേടിച്ച് ഇതിനെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ആദ്യത്തെ തവണ ദേഹത്ത് ഷൂട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ തവണ തലയിൽ ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് ആ സോംബി താഴെ വീഴുന്നത്. അതുമല്ല ഇപ്പൊ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ശബ്ദം കേട്ട് പുറകിൽ മാറിപ്പോയ സോംബികളുണ്ടല്ലോ അതെല്ലാം കൂടി ഇവിടേക്ക് വരുന്നു. ഇവരുടെ മുന്നിൽ നിന്നും മറ്റു സോംബികൾ ഇവരുടെ അടുത്തേക്ക് വരുന്നു. എല്ലാം കൂടി ഓടി വരുന്നതും ഇവർ മൂന്നുപേരും ആ ഷീൽഡും വെച്ച് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കാണ്. എല്ലാ സോംബികളും ഓടി വന്ന് ഇവരെ അങ്ങ് ചുറ്റിയിട്ട് ഈ ഷീൽഡ് ഉള്ളതുകൊണ്ട് അതിന് കടിക്കാനും കഴിയുന്നില്ല. മൂന്നുപേരും അതിനിടയിൽ ഞെരുങ്ങി നിൽക്കുന്നു. ഇതുപോലൊരു സീനൊന്നും ഞാൻ വേറൊരു സോംബി മൂവിയിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഈ സോംബികളെല്ലാം കൂടി ഇവരെ കടിക്കാൻ വേണ്ടി അയ്യോ അതെങ്ങനെ ഇവര് രക്ഷപ്പെട്ട് നിൽക്കുന്നതെന്നാണ് എല്ലാണോ കടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കരീനെ സോയനെ കാണിക്കുമ്പോഴത്തേക്കും ആ വീടിനകത്ത് ഹീറോ ഉണ്ടല്ലോ അവൻ ആ കമ്പിക്കുള്ളിൽ കയറി നിൽക്കുകയല്ലേ, അവൻ ഇപ്പോഴും താഴെ വീണ്ടില്ല. അവനിപ്പോൾ പതിയെ അതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി വലിച്ച് ആ കമ്പി പൊട്ടി താഴേക്ക് വീഴുന്നു. എന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ റൂം തുറക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ സോയ, അതല്ല ഇവരുടെ വീടിനകത്ത് ഹീറോ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ഒരു സോംബി ആയതുകൊണ്ട് തന്നെ വെളിയിലുള്ള സോംബികളെല്ലാം ഇതിനകത്തേക്ക് കയറാൻ ശ്രമിക്കും. അപ്പോൾ ഇവർ ഡോറിനടുത്ത് നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ല, അകത്ത് നിൽക്കാൻ കഴിയത്തില്ല, ആ അവസ്ഥയായിപ്പോയി. അപ്പോഴാണ് നോക്കുമ്പോൾ ഈ വീടിനകത്ത് മറ്റൊരു സ്കൂട്ടർ ഉണ്ട്. അത് കണ്ടിട്ട് ഓക്കെ അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോവാന്നും പറഞ്ഞ് ഇവർ മൂന്നുപേരും ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ബെൻ സാം ഇവർ മൂന്നുപേരും അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്താണ് ഈ വൈറസിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് തന്നെ ഇവരെ വിട്ടിട്ട് എല്ലാ സോംബികളും മാറി ആ മഴ കൊണ്ടിങ്ങനെ നിൽക്കും, അനങ്ങാതെ നിൽക്കും. ആ ഗ്യാപ്പിൽ ഇവർ മൂന്നുപേരും പതിയെ നടന്നിങ്ങനെ പോകും. ഇവിടെ ഈ വീട്ടിൽ കാണിക്കുമ്പോഴോ ഇവർ രണ്ടുപേരും ബൈക്കിലേക്ക് കയറിയിരിക്കുന്നതും ഹീറോ ഇപ്പോൾ ഇവരെ കടിക്കാനായിട്ട് വരുന്നതും നമ്മുടെ കരീന ഫ്രണ്ടിലത്തെ ഡോറും തുറന്ന് ചാടി ബൈക്കിൽ കയറിയിരുന്ന് ഇപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവർ മൂന്നുപേരും രക്ഷപ്പെട്ട് വെളിയിലേക്ക് പോവാണ്. അപ്പോൾ വെളിയിലുള്ള സോംബികളെല്ലാവരും അനങ്ങാതെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ പിറകെ പോകുന്നില്ല. അങ്ങനെ ഇവർ മൂന്നുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ഇവർ മൂന്നുപേരും നടന്ന് പതിയെ ഇങ്ങനെ പോകുന്നതും പെട്ടെന്ന് അത്രയും നേരം പെയ്ത മഴ അവിടെ വെച്ചങ്ങ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സോംബികൾ വീണ്ടും ഇവരെ കടിക്കാനായിട്ട് വരും. അപ്പോൾ നമ്മുടെ സാമും ബെന്നും ഈ സോംബികളെ തടഞ്ഞു വെക്കുന്നതും ഹീറോയിൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് ആ പോലീസുകാരൻ പറയുന്നത്, ഏയ് ഓടിപ്പോയിട്ട് ആ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഹീറോയിൻ ബൈക്കിനടുത്തേക്ക് ഓടുന്നു. ഈ സോംബികളെല്ലാം ഇവരെ പിടിച്ചിങ്ങനെ വെച്ചേക്കാണ്. അതുപോലെ ഇവരാണെങ്കിലും തോക്ക് ഉപയോഗിച്ചിട്ട് അതിനെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. പക്ഷെ എത്രയെന്നും പറഞ്ഞിട്ട് അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ഓടി ഈ ബൈക്ക് എടുക്കാതെ അതിന് മുന്നിലേക്ക് ഓടുന്നു. വണ്ടി എന്ന് പറഞ്ഞാലും മരവണ്ടി. നേരത്തെ ഒരു മണ്ടത്തരം കാണിച്ചു, അതെന്താണ് നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ കാണിക്കാന്ന് വെച്ചാൽ എന്നിട്ട് ഇവള് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഓടുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ സാമിനും ബെന്നും അധികം നേരം അവിടെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ബെൻ പറയും, ശരി നമുക്ക് എത്രയും പെടുന്ന് ഈ വയൽ വഴി സ്റ്റേഷനിലേക്ക് കയറാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു വയലിലൂടെ ഓടി സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ
ഓടി ഓടി അടുത്തുള്ള ആ ഒരു വലിയ വണ്ടി ഉണ്ടല്ലോ, കുറെ ആളുകളായിട്ട് വന്ന ആ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ ഡോർ വലിച്ചു തുറക്കുന്നതും അതിനകത്ത് സോംബികളുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾ എങ്ങനെയെങ്കിലും ആ വണ്ടിക്കകത്തേക്ക് കയറിയിട്ട് അകത്തിരിക്കുമ്പോൾ സോംബികളെ ഇതിനകത്ത് ചാടിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയും പേടിച്ച് അവളുടെ ദേഹത്തുള്ള എല്ലാം വലിച്ചൂരി കളഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും വണ്ടി സ്റ്റാർട്ടാവുന്നതുമില്ല. അടിപൊളി. ഇവിടെ സോയയും ടീമും അവർ ആ സ്കൂട്ടറിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് വരുന്നത്. അങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ കയറിയിരിക്കുന്ന ആ ഒരു വണ്ടി ഇവർ കാണുന്നത്. അങ്ങനെ ബൈക്ക് അവിടെ നിർത്തിയിട്ട് ഇവരിനിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ സോംബികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ വണ്ടി തിരിക്കാൻ ശ്രമിക്കും. പക്ഷേ ബൈക്ക് ഒരു വിധത്തിൽ സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇവരെ കാണുന്നത്. അതുമല്ല, ഇവരുടെ ശബ്ദം കേട്ട് സോംബികളെല്ലാം കൂടി അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതും അവർ മുതൽ പേടിച്ച് നിൽക്കുകയല്ലേ. ഹീറോയിൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ മതിയാവും. ഈ വണ്ടിക്കകത്തിരിക്കുന്ന ഒരു വാണം എടുത്ത് അത് കത്തിച്ച് ഈ വയലിലേക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ അത് പൊട്ടുന്ന ആ ഒരു ശബ്ദം കേട്ട് സോംബികളെല്ലാം റോഡിൽ നിന്ന് ചാടി ഇറങ്ങി വയലിലേക്ക് ഓടുകയാണ്. ഇപ്പൊ എന്തായാലും നമ്മുടെ ഹീറോയിൻ ചെയ്തതിൽ ഒരു നല്ല കാര്യം ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹാൻ ഇപ്പോ ഹീറോയിനെ കണ്ട് ഓടി അവളുടെ അടുത്തേക്ക് വരുന്നതും ഹീറോയിൻ ഓടി വന്ന് ഹാനിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരോടും അവൾ നന്ദിയെല്ലാം പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അടുത്തൊരു സോംബി ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അങ്ങനെ ഇവർ മൂന്നൊരു വണ്ടിയുടെ അടുത്തേക്ക് ഓടും. ഓടി ഓടി വരുമ്പോൾ ആ ഒരു സോംബി ഇവരുടെ അടുത്തെത്തുന്നതും ഈ സോംബി വന്ന് ഇവരെ കടിക്കാൻ ശ്രമിക്കുമ്പോൾ കരീനയും സോയയും ആ സോംബിയെ തടഞ്ഞു നിർത്തുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്നാണ് സോയ ഒരു കത്തിയെടുത്ത് അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റക്കുത്ത് ആ സോംബിയെ കൊന്നു. എന്നിട്ട് മൂന്നുപേര് പേടിച്ച് ഈ വണ്ടിയിലേക്ക് കയറിയിട്ട് വണ്ടിക്കകത്തിരിക്കുമ്പോഴത്തേക്ക് ഈ സോംബികളെല്ലാം വീണ്ടും ഈ വണ്ടി അങ്ങ് വളയുകയാണ്. അപ്പോഴാണ് സോയ ബെന്നിനെ വിളിച്ച് ഇതുപോലെ ഞങ്ങളെല്ലാവരും ഈ ട്രക്കിനകത്തുണ്ട്, പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുമ്പോൾ ബെൻ ഈ കാര്യം സാമിനോടും പറയുന്നുണ്ട്. അങ്ങനെ അവരത് മനസ്സിലാക്കി സ്റ്റേഷനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ കരീന ഇപ്പോൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിട്ട് അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ഹീറോയും പറയും കരീന നിന്നെ കൊണ്ട് കഴിയും, നീ അത് ചെയ്യാൻ പറയുമ്പോൾ അവൾ പേടിച്ച് പേടിച്ച് ഏതൊക്കെയോ സ്വിച്ചിൽ പിടിച്ച് ചേക്കി അവസാനം ഈ ട്രക്കിൽ പാട്ടെല്ലാം കേൾക്കുന്നു. പെട്ടെന്ന് തന്നെ ആ ട്രക്ക് തിരിച്ച് നേരെ ഈ സ്റ്റേഷൻ അടുത്തേക്ക് പോകും. അതുമല്ല, മുന്നിലുള്ള എല്ലാ സോംബികളെയും കയറ്റി ഇറക്കി അവരെല്ലാവരെയും കൊന്നു തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. അങ്ങനെ ഓരോന്നിനായിട്ട് ഇടിച്ചു കൊന്ന് അവസാനം ഈ സ്റ്റേഷന്റെ മുന്നിലെത്തുമ്പോൾ ഹീറോയും പറയും ഇത് തന്നെയാണ് സ്റ്റേഷൻ, ബ്രേക്ക് ചവിട്ടാൻ പറയുമ്പോൾ അവൾ ബ്രേക്കിൽ ചവിട്ടുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടുന്നില്ല. അടിപൊളി. അങ്ങനെ കരീന പെട്ടെന്ന് വണ്ടി തിരിച്ചിട്ട് നേരെ ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറ്റാണ്. അതുമല്ല, അവിടെ വെച്ചിട്ടും ബ്രേക്ക് ചവിട്ടാൻ നോക്കുമ്പോൾ ബ്രേക്ക് കിട്ടാതെ അവസാനം ഈ ഡോറും ഇടിച്ച് തുറന്ന് വണ്ടി മൊത്തത്തിൽ സ്റ്റേഷനകത്തേക്ക് കയറി നിൽക്കും. എന്നിട്ട് എല്ലാവരും വണ്ടിയിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, നമ്മുടെ സാം ഉണ്ടല്ലോ അവൻ്റെ കാലിൽ ഈ വണ്ടിയുടെ ടയർ കയറിയിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതുമല്ല, ഇവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സോംബികളെല്ലാം കൂടി സ്റ്റേഷനകത്തേക്ക് കയറാൻ ശ്രമിക്കും. അതുമല്ല, ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ തലയിട്ട് എല്ലാം കൂടി ജാമായിട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ബെന്നാണെങ്കിലോ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ സോംബികളായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ സാമിനെ ഹീറോയിനും കരീനയും എല്ലാവരും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ വലിച്ചെടുക്കാൻ കഴിയുന്നില്ല, കാരണം അവൻ്റെ കാല് ജാമായിപ്പോയി. അപ്പോൾ സാമ് പറയും ഇനി എന്നെ നോക്കിയിട്ട് കാര്യമില്ല ഹാൻ, നീ നിന്റെ അമ്മയെ സംരക്ഷിക്കണം, എന്നെ കൊണ്ടും അത് കഴിഞ്ഞില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലം പിരിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് എന്നെ നിങ്ങൾ വെറുതെ വിടണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സോയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ പേടിച്ച് പുറകിലേക്ക് പോയി ആ സെല്ലിനടുത്തേക്ക് ചെന്ന് നിൽക്കും. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു പോലീസുകാരൻ അവളെ പിടിച്ചു വെച്ച് അവളുടെ കൈയൊരൊറ്റ കടി. ഇത് കാരണം ബെൻ എന്താ ഇതുകൂടിയാവുന്നത് ബെന്നിന് നല്ല ദേഷ്യം വന്ന് ആ പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അകത്തേക്ക് വരുന്ന സോംബികളെ എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. പക്ഷേ അധികം നേരം പിടിച്ചേക്കാൻ കഴിയത്തില്ല. അതിനു മുന്നേ തന്നെ ബെന്നിനെയും സോയനെയും ആ സോംബികൾ കടിച്ചങ്ങ് കൊല്ലുകയാണ്. അപ്പോൾ അവർ മരിച്ചു. അതുപോലെ ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഒരു തോക്കെടുത്തിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്ന സോംബിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കഴിയുന്നില്ല, കാരണം അകത്തേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു സോംബി ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഹീറോയിനെ കടിക്കാനായിട്ട് വരും. എന്നിട്ട് അവളുടെ കയ്യിൽ കടിക്കാൻ വരുമ്പോൾ ഹാൻ ഓടി വന്നിട്ട് അതിനെ പിടിക്കും. അപ്പോൾ കരീനയും പുറകെ വന്ന് അതിനെ പിടിക്കുന്നുണ്ട്. അതുപോലെ സാമിന്റെ കയ്യിലുള്ള തോക്കിന്റെ ബുള്ളറ്റ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഹീറോയിന്റെ കയ്യിൽ നിന്ന് ഒരു തോക്ക് താഴേക്ക് വീഴുന്നതും ഇത് കണ്ട കരീന ഓടി വന്ന് ആ തോക്കെടുത്ത് ഒരു സോംബിനെ ഷൂട്ട് ചെയ്താൽ കൊല്ലും. എന്നിട്ട് ഇവരെല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ ഈ സ്റ്റേഷന്റെ ജനാലയിലൂടെ എല്ലാ സോംബികളും അകത്തേക്ക് കൈയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടി. അതൊരു ഒന്നൊന്നര സീനാണ്, കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ സോയ ഉണ്ടല്ലോ അവളെ സോംബികളെല്ലാം കടിക്കുന്നു, ബെന്നിനെ സോംബികൾ കടിക്കുന്നുണ്ട്. ആ സമയത്ത് ബെൻ അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു മോതിരം ഉണ്ടല്ലോ മരിക്കുന്നതിന് മുന്നേ അവളുടെ കയ്യിൽ ബെൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും എന്തായാലും മരിക്കാൻ പോകുന്നത്. ഇവിടെ ഹീറോയിന് തൻ്റെ സഹോദരനായിട്ടുള്ള സാമിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അവനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ കൊണ്ട് കഴിയുന്നില്ല. സോംബികളെല്ലാം അകത്തേക്ക് കയറുന്നുള്ള അവസ്ഥയാകുമ്പോൾ സാം തന്നെ ഇവരോട് പറയും ദയവായി ഇവിടെ നിന്ന് പോ, എന്നെ വിട്ടേക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കരീന ഹാനിനെ ഹീറോയിനെ വിളിച്ച് ഇവർ പുറകിലത്തെ ഡോർ വഴി വെളിയിലേക്ക് പോകുന്നു. സാമാണെങ്കിൽ തൻ്റെ കയ്യിൽ ഒരു കാര്യം കത്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്.
അങ്ങനെ ഇവർ മൂന്നുപേര് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും നമ്മുടെ സാമ കത്തിച്ചു പിടിച്ചല്ലോ, അതുള്ള സ്റ്റേഷനകത്ത് ഒരുപാട് വെടിമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഈ സോംബികളെല്ലാം കൂടി അകത്തേക്ക് കയറി അവൻ അത് കത്തിച്ചു പിടിക്കുന്നതും പെട്ടെന്ന് ഈ സ്റ്റേഷൻ മുഴുവൻ പൊട്ടിത്തെറിച്ച് അകത്തുള്ള ഒരുപാട് സോംബികളും മരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേര് രക്ഷപ്പെട്ട് ഇപ്പോൾ വെളിയിലെ സോംബികളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഓടി വന്ന് ആ ബൈക്ക് എടുത്ത് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവിടെയാണ് മറ്റൊരു കാര്യം. നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ആ സോംബി കടിക്കാൻ ശ്രമിച്ചല്ലോ, സത്യത്തിൽ അത് കടിച്ചിട്ടുണ്ട്, അതിന്റെ മുറിവുണ്ട്. അതുകൊണ്ട് ഹീറോയിനും ഉടനെ തന്നെ ഒരു സോംബിയായിട്ട് മാറാൻ പോവാണ്. അത് കാരണം ഹീറോയിൻ ഇപ്പോൾ വിഷമിച്ചിട്ട് നമ്മുടെ കരീനയോട് ഹാനിനെ നീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഹാനിനെ കെട്ടിപ്പിടിച്ച് അവൾ അവിടെ ഇരുന്ന് കുറേ നേരം കരയും. സത്യം പറഞ്ഞാൽ ഈ സീനൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിക്കുന്നൊരു സീനാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഇവരോട് പറയും നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളാൻ. കാണിക്കുമ്പോഴത്തേക്ക് ആ സ്റ്റേഷനിൽ നിന്നും തീ പിടിച്ച കുറേ സോംബികളും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഇവരാരെങ്കിലും തടഞ്ഞല്ലേ മതിയാവും. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ കയ്യിലുള്ള കുറച്ച് വാണമുണ്ട്, അതും എടുത്ത് അതിപ്പോൾ ഈ വയലിനടുത്തേക്ക് കത്തിച്ചു വിട്ടിട്ട് അതും പിടിച്ചിങ്ങനെ നടന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ സോംബികളെല്ലാം കൂടി അവളുടെ പിറകെ പോവാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ കരീന ഹാനിനെയും കൊണ്ട് ആ ബൈക്കും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ നേരെ ആ ഒരു വയലിലേക്ക് വന്നിരുന്നിട്ട് ഈ സോംബികളെ തന്നെ കൊല്ലുന്നതിന് മുന്നേ തന്നെ അവൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു തോക്കെടുത്ത് അവളുടെ തലയിലേക്ക് വെച്ച് അവൾ കരഞ്ഞുകൊണ്ട് തന്നെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് ഹീറോയിൻ അവിടെ വെച്ച് മരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കരീന ഈ ബൈക്കും എടുത്ത് ഇവരുടെ ഗ്രാമത്തിൽ നിന്നും എങ്ങനെയോ മെയിൻ റോഡിലേക്ക് വന്നു. എന്നിട്ട് അവർ രണ്ടുപേരും രക്ഷപ്പെട്ട് പോകുന്നതും ഇപ്പോൾ ഒരു സോംബി ഈ റോഡിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സ്ഥലം മുഴുവൻ കാണിക്കുമ്പോൾ ഈ പ്രദേശം മുഴുവനായിട്ട് എന്തായാലും സോംബികളുണ്ട്. അതെന്തായാലും ഈ ഒരൊറ്റ സീനിലൂടെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് സിറ്റിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് സിറ്റിയിൽ ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു ഫ്ലാറ്റിനകത്ത് വയസ്സായിട്ടുള്ള 2 ദമ്പതികൾ, അതിലെ ആ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ റൂമിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് റൂമിനകത്തേക്ക് നടന്ന് കയറുന്നുണ്ട്. പെട്ടെന്ന് റൂമിനകത്തേക്ക് പോയിട്ട് ഞാൻ ഒരു കാര്യം വാങ്ങി സർപ്രൈസ് ആണെന്നെല്ലാം പറഞ്ഞ് ഇപ്പം അയാളോട് പറയും ഹണി ഇത് നോക്ക്, എന്നെ മുടിക്ക് നരയൊന്നുമില്ല, ഇപ്പോൾ മാറിയിട്ടുണ്ട്, അത് വർക്കായെന്നെല്ലാം പറയുന്നതും വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിങ്ങിൽ ഈ മരുന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് ഈ ബോസിനും മറ്റൊന്നൊരു മേഡത്തിനും കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ രണ്ടാമത്തവര് ഇവരായിരുന്നു. വേറെന്താണ്, ഇവരും ഇത് കഴിച്ചിട്ട് ഉടനെ തന്നെ സോംബിയായിട്ട് മാറി ഇനി ഒരു കുഴപ്പമില്ലാത്ത ഈ ഒരു സിറ്റി നശിപ്പിക്കാൻ പോവാണ് എന്നും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു, അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.